ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ പല ആയത്തുകളിലായി നിഷേധികൾ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി ഉദ്ദേശിക്കുകയോ അല്ലെങ്കിൽ നിഷേധികൾ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ പരിശ്രമിക്കുകയോ നിഷേധികൾ മുസ്ലിമീങ്ങളുടെ വഞ്ചന കാണിക്കുകയോ ചെയ്യുമ്പോൾ തിരിച്ച് അവരോട് ഏറ്റുമുട്ടാനുള്ള കൽപ്പനയായിരുന്നു. ഹുനൈൻ പോരാട്ടം, അതുപോലെ മക്കം ഫതഹ്, ഇങ്ങനെയുള്ള പോരാട്ടങ്ങളിലെല്ലാം നിഷേധികൾ മുസ്ലിമീങ്ങളോട് പോരാടാനായി ഇങ്ങോട്ട് വന്നതാണ്. മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി അവർ പരിശ്രമിക്കുകയും വലിയ വലിയ വഞ്ചനകൾ കാണിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ പ്രതിരോധമെന്ന രീതിയിൽ മുസ്ലിമീങ്ങളോട് തിരിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നേരിടാനായി കൽപ്പിക്കുകയുണ്ടായി. ഇതേപോലെയുള്ള ഒരു പോരാട്ടമാണ് തബൂക്ക് പോരാട്ടം എന്നുള്ളത്. തബൂക്ക് പോരാട്ടവും ഒരിക്കലും മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയതായ പോരാട്ടമല്ല. നേരെ മറിച്ച് ശത്രുക്കൾ മുസ്ലിമീങ്ങളെ നേരിടാൻ വരുന്നുവെന്ന വാർത്ത ലഭിച്ചപ്പോൾ മുസ്ലിമീങ്ങൾ അതിനുവേണ്ടി അവരെ നേരിടാനായി തയ്യാറായതാണ്. ഈ തബൂക്ക് യുദ്ധത്തെ പറ്റിയാണ് 38 മുതൽ തുടങ്ങുന്ന ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരുന്നത്. ഹിജ്റ 8-ാം വർഷമായിരുന്നു മക്കം ഫതഹ് അഥവാ മക്ക വിജയം. ആ മക്കം വിജയത്തിന് ശേഷം, മക്കം ഫതഹിന് ശേഷം ഉടനെ ഉണ്ടായൊരു പോരാട്ടമാണ് ഹുനൈൻ പോരാട്ടമെന്നുള്ളത്. തോയിഫിലുണ്ടായിരുന്ന ഹവാസിൻ ഗോത്രക്കാരുമായുള്ള പോരാട്ടമാണ് ഹുനൈൻ പോരാട്ടം. അതിനെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദമായി നാം വിശദീകരിച്ചതാണ്. ഈ സൂറത്തിൽ തന്നെ അല്ലാഹു തആല ആ പോരാട്ടത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ ഹുനൈൻ പോരാട്ടം കഴിഞ്ഞ് മുസ്ലിമീങ്ങൾ മദീനയിലെത്തിയപ്പോൾ ഉടനെ മുസ്ലിമീങ്ങൾക്ക് വിവരം ലഭിക്കുകയുണ്ടായി, തബൂക്കിൽ മുസ്ലിമീങ്ങളെ നേരിടാനായി വലിയൊരു സൈന്യം തയ്യാറായിട്ടുണ്ട്. മദീനയിലോട്ട് ഒലിവ് വിൽക്കാനായി സിറിയയിൽ നിന്നും വരുന്ന കച്ചവട സംഘമാണ് ഈ വിവരം മുസ്ലിമീങ്ങളെ അറിയിച്ചത്. തബൂക്ക് എന്ന് പറയുന്നത് സിറിയയുടെ അതിർത്തിയാണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു അന്ന് തബൂക്ക് ഉണ്ടായിരുന്നത്. മുസ്ലിമീങ്ങളുടെ വളർച്ച അറിഞ്ഞതായ റോമയുടെ അന്നത്തെ ഭരണാധികാരി ഹിർക്കലായിരുന്നു. ഹിർക്കൽ മുസ്ലിമീങ്ങളുടെ വളർച്ച കണ്ടപ്പോൾ ആ വളർച്ച ഇല്ലാതെയാക്കാനും ഭാവിയിൽ അവർക്ക് മുസ്ലിമീങ്ങൾ ഭീഷണിയാവുമോ എന്ന് ഭയന്നത് കാരണത്താലും മുസ്ലിമീങ്ങളെ നേരിടാനായി തീരുമാനിച്ചു. അങ്ങനെ മുസ്ലിമീങ്ങളെ നേരിടാനായി വലിയൊരു സൈന്യവുമായി അവർ തബൂക്കിൽ എത്തുകയുണ്ടായി. മുസ്ലിമീങ്ങളെ ഒന്നടങ്കം മദീനയിലെത്തി നശിപ്പിക്കണമെന്നായിരുന്നു റോമക്കാരുടെ ഉദ്ദേശം. ഈ ഒരു കാര്യം ഈ ഒലിവ് കച്ചവടക്കാർ മുസ്ലിമീങ്ങളെ അറിയിച്ചു. റോമക്കാർ അവർ തബൂക്കിൽ ഇപ്പോൾ നിലകൊള്ളുന്നുണ്ട്, അവർ മദീനയിലോട്ട് വന്ന് കടന്നാക്രമിക്കാനാണ് അവരുടെ ഉദ്ദേശമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഒലിവിൻ്റെ ആളുകൾ വിവരമറിയിക്കുകയുണ്ടായി. ഇതറിഞ്ഞ് ഉടനെ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുണ്ടായിരുന്ന മുഴുവൻ മുസ്ലിമീങ്ങളോടും ഈ പോരാട്ടത്തിനായി തയ്യാറാവാൻ കൽപ്പിക്കുകയുണ്ടായി. കാരണം മദീനയിലോട്ട് കടന്നാക്രമിക്കുക എന്നുള്ളത് വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മദീനയിൽ അവർ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ അവിടെ പോയി നേരിടാനായിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ മദീനയിലുള്ള മുഴുവൻ സഹാബാക്കളോടും ഈ പോരാട്ടത്തിന് നിർബന്ധമായി തയ്യാറാവണമെന്ന് കൽപ്പിക്കുകയുണ്ടായി. അതിനോട് ഒപ്പം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ പരിസര പ്രദേശത്തുള്ള മുസ്ലിമീങ്ങളോടും ഈ കാര്യം പറയുകയുണ്ടായി. എല്ലാവരും നിർബന്ധമായി ഈ പോരാട്ടത്തിന് തയ്യാറാവണമെന്ന കാര്യം. കാരണം ഏറ്റുമുട്ടാൻ പോകുന്നത് സാധാരണ സൈന്യത്തോടല്ല, റോമൻ ചക്രവർത്തിയോടാണ്. അവർക്ക് ധാരാളം യുദ്ധതന്ത്രങ്ങൾ വശമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും എല്ലാവരും ഒന്നടങ്കം ഈ പോരാട്ടത്തിന് ഇറങ്ങി പുറപ്പെടണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ ഒരു സാഹചര്യം എന്നുള്ളത് ധാരാളം ബുദ്ധിമുട്ടുകൾ, പ്രതികൂലമായ അവസ്ഥകൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഒന്ന്, വഴിദൂരമാണ്. മദീനയിൽ നിന്നും തബൂക്കിലോട്ട് ദീർഘമായ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. സിറിയയുടെ അതിർത്തിയാണ് തബൂക്ക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു ദൂരം യാത്ര ചെയ്യുക എന്നുള്ളത് ഒരു ഭാഗത്ത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം സഹാബത്ത് അവർ ഹുനൈൻ പോരാട്ടം കഴിഞ്ഞ് മദീനയിൽ എത്തിയിട്ടേ ഉള്ളൂ. അവരെല്ലാവരും ക്ഷീണിതരാണ്. ഒരു പോരാട്ടം, അതിനു മുമ്പ് മക്കം ഫതഹ്, തുടർച്ചയായി മുസ്ലിമീങ്ങൾ പല കാര്യങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹുനൈൻ പോരാട്ടത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് മുസ്ലിമീങ്ങൾ മദീനയിൽ അല്പം വിശ്രമത്തെ ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ശാരീരികമായ തളർച്ച, അവരുടെ മുമ്പിലുള്ള ദീർഘമായ യാത്ര, ഇതെല്ലാം അവർക്ക് പ്രതികൂലമായൊരു കാര്യമായിരുന്നു. അതിനോടൊപ്പം തന്നെ വലിയ ചൂടുള്ള കാലാവസ്ഥയായിരുന്നു ആ സന്ദർഭത്തിലുണ്ടായിരുന്നത്. ഈ ശക്തമായ ചൂടിൻ്റെ സന്ദർഭത്തിൽ ഇത്രയും ദീർഘമായ യാത്ര ചെയ്യുക, അതും തളർച്ചയിലുള്ള ആളുകൾ തന്നെ വീണ്ടും ഒരു ദീർഘമായ യാത്ര ചെയ്യുക, ആ യാത്രയ്ക്ക് ശേഷം പോരാടുക,
ഇതെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ മദീനക്കാർ കൃഷിക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചൂട് സമയത്ത് തബൂക്കിലോട്ട് പുറപ്പെടാൻ ആഹ്വാനമുണ്ടായ ആ സന്ദർഭത്തിൽ അവരുടെ തോട്ടങ്ങളിലെ ഫലങ്ങളും പാകമാകുന്ന സന്ദർഭമായിരുന്നു. മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വർഷത്തെ മുഴുവൻ വിളവാണ് അവർക്ക് ഈ സന്ദർഭത്തിൽ ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ വിളവെടുത്തിട്ടില്ല എങ്കിൽ അടുത്ത വർഷം മൊത്തം അവർ വിളവിനായി കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ വിളവിൻ്റെ സമയം കൂടിയാണ് തബൂക്കിനായി പുറപ്പെടാൻ ആഹ്വാനം ചെയ്ത സന്ദർഭമെന്നുള്ളത്. ഏത് വഴിയിലൂടെ നോക്കുകയാണെങ്കിലും ശാരീരിക അവസ്ഥ, സാമ്പത്തിക അവസ്ഥ, കാലാവസ്ഥയുടെ അവസ്ഥ, ഇങ്ങനെ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും മുസ്ലിമീങ്ങൾക്ക് ഈ ഒരു പോരാട്ടത്തിന് പുറപ്പെടുക എന്നുള്ളത് പ്രതികൂലമായ സാഹചര്യമായിരുന്നു. എന്നാലും മുസ്ലിമീങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി തബൂക്ക് പോരാട്ടത്തിനായി എല്ലാവരും പുറപ്പെടണമെന്നുള്ളത്. ഇങ്ങനെ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ആഹ്വാനമുണ്ടായപ്പോൾ മദീനയിലുള്ള ആളുകളുടെ ഇടയിൽ പല നിലപാടുകൾ ഉണ്ടായി. അവരിൽ ഒരു കൂട്ടം ആളുകൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കേട്ടപ്പോൾ തന്നെ പൂർണ്ണമായി ഒരു ഭൗതികമായ കാര്യങ്ങളും നോക്കാതെ, ഒരു ശാരീരികമായ ക്ഷീണത്തെയും വകവെക്കാതെ, ഒരു പ്രതികൂലമായ അവസ്ഥയെയും വകവെക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ കീഴ്പ്പെടാൻ തയ്യാറായി. രണ്ടാമത് വിഭാഗം ആളുകൾ തുടക്കത്തിൽ ചെറിയൊരു മടി കാണിച്ചിരുന്നു. തുടക്കത്തിൽ അവർക്ക് ഈ പ്രതികൂലമായ സാഹചര്യങ്ങളെ ആലോചിച്ചുകൊണ്ട് പുറപ്പെടണമോ വേണ്ടയോ എന്ന ആശങ്കയിലായിരുന്നു. എന്നാൽ പിന്നീട് അല്ലാഹു തആലയുടെ തീരുമാനം തന്നെ സ്വീകരിക്കാമെന്ന് വിചാരിക്കുകയും അവരുടെ നിലപാട് മാറ്റുകയും പോരാട്ടത്തിനായി തയ്യാറാവുകയും ചെയ്തു. മൂന്നാമത്തെ വിഭാഗം ആളുകൾ പോരാട്ടത്തിനായി പുറപ്പെടാൻ സാധിക്കാത്തതിൽ ന്യായമായ കാരണമുള്ളവരായിരുന്നു. എല്ലാവർക്കും പോരാട്ടത്തിന് പുറപ്പെടാൻ സാധിച്ചോളണമെന്നില്ല. ബലഹീനരുണ്ടാകും, രോഗികളുണ്ടാകും, ന്യായമായ കാരണങ്ങളുള്ളവരുണ്ടാകും. അങ്ങനെ ന്യായമായ കാരണങ്ങളുടെ പേരിൽ പോരാട്ടത്തിൽ നിന്നും മാറി നിൽക്കുകയും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അനുവാദം ചോദിക്കുകയും ചെയ്ത ആളുകളായിരുന്നു. നാലാമത്തെ വിഭാഗം ആളുകൾ പോരാട്ടത്തിൽ നിന്നും മാറി നിൽക്കാൻ യാതൊരു കാരണവുമില്ലാത്തവരായിരുന്നു. എന്നിട്ടും അലസത കാരണത്താലും ഭൗതികമായ താല്പര്യങ്ങൾ കാരണത്താലും പ്രതികൂല അവസ്ഥകളെപ്പറ്റി ആലോചിച്ചുകൊണ്ടും പോരാട്ടത്തിൽ നിന്നും ഒരു കാരണവുമില്ലാതെ മാറി നിന്ന ആളുകൾ. അഞ്ചാമത്തെ വിഭാഗം ആളുകൾ കപടവിശ്വാസികളായിരുന്നു. കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത് ഭൗതികമായി എന്തെങ്കിലും നേട്ടങ്ങൾ ലഭിക്കുമെന്ന് കണ്ടാൽ മാത്രമാണ്. തബൂക്ക് പോരാട്ടത്തെപ്പറ്റി നാം പറഞ്ഞതുപോലെ ഒരു ഭൗതികമായ നേട്ടങ്ങളും ബാഹ്യമായവർ കണ്ടിട്ടില്ലായിരുന്നു. പൂർണ്ണമായി എല്ലാ രീതിയിലും പ്രതികൂലമായ അവസ്ഥ. അതുകൊണ്ട് തന്നെ പോരാട്ടത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ കപടവിശ്വാസികളെ ഈ പോരാട്ടത്തിൽ തികച്ചും മനസ്സിലാക്കപ്പെടുകയും ചെയ്തു. ആറാമത്തെ വിഭാഗം ആളുകൾ മുസ്ലിമീങ്ങളുടെ ഒപ്പം പുറപ്പെട്ടിരുന്നു. എന്നാൽ പുറപ്പെട്ടത് ഒരിക്കലും മുസ്ലിമീങ്ങളെ സഹായിക്കാനോ പോരാട്ട ലക്ഷ്യത്തിനോ വേണ്ടിയല്ല. മുസ്ലിമീങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്താനും മുസ്ലിമീങ്ങളുടെ ഇടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും ഇങ്ങനെ മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്താനുമായി മുസ്ലിമീങ്ങളുടെ ഒപ്പം ചേർന്ന ആളുകൾ. ഇങ്ങനെ 6 വിഭാഗം ആളുകൾ മദീനയിലുണ്ടായിരുന്നു. ഈ 6 വിഭാഗക്കാരെ പറ്റിയും തുടർന്നുള്ള പല ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചിരുന്നുണ്ട്. ഇങ്ങനെ പല നിലപാടുകളുള്ളവരുണ്ടെങ്കിലും പോരാട്ടത്തിനായി വലിയൊരു സംഘം തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെടുകയുണ്ടായി. ഭൂരിഭാഗം വരുന്നവരും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പോരാട്ടത്തിന് പുറപ്പെട്ടവരായിരുന്നു. ബാക്കിയുള്ള എല്ലാ വിഭാഗക്കാരും വളരെ കുറച്ചാളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ന്യായമായി യുദ്ധത്തിൽ നിന്നും പിന്മാറിയവരും അന്യായമായി ഒരു ന്യായവുമില്ലാതെ കാരണവുമില്ലാതെ അലസതയുടെയും ഭൗതിക താല്പര്യത്തിൻ്റെയും പേരിൽ യുദ്ധത്തിൽ നിന്നും പിന്മാറിയവരും മുനാഫിക്കീങ്ങളും ഇവരെല്ലാവരും വളരെ കുറച്ചാളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ധാരാളം ആളുകളും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പോരാട്ടത്തിനായി ഒരു ഭൗതികമായ കാര്യങ്ങളും നോക്കാതെ പുറപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 30,000 ആളുകൾ തബൂക്ക് പോരാട്ടത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെടുകയുണ്ടായി. മറ്റൊരു പോരാട്ടത്തിലും ഇത്രയും സഹാബാക്കൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിട്ടില്ലായിരുന്നു. എന്നാൽ തബൂക്ക് പോരാട്ടത്തിൽ ഇത്രയും പ്രതിസന്ധികളുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ എല്ലാ സഹാബാക്കളും കീഴ്വഴങ്ങാനും അതിനെ അനുസരിക്കാനും തയ്യാറാവുകയുണ്ടായി. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വലിയൊരു സൈന്യവുമായി തബൂക്ക് പോരാട്ടത്തിനായി പുറപ്പെട്ടു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളുടെ വലിയൊരു സൈന്യവും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന കാര്യം അറിഞ്ഞ റോമൻ ചക്രവർത്തിയും അവരുടെ സൈന്യവും ഭയപ്പെടുകയും പിന്തിരിഞ്ഞ് അവരുടെ നാട്ടിലോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു.
കാരണം റോമൻ ചക്രവർത്തിയായ ഹിർക്കലിനെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും സഹാബത്തിനെ പറ്റിയും നല്ല രീതിയിൽ അറിയാമായിരുന്നു. അവർ നിസാരക്കാരല്ല, അവരുടെ ചെറു സൈന്യം വരെ വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തിയവരാണെന്ന് റോം ചക്രവർത്തിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ഇങ്ങോട്ട് അവരുമായി പോരാടാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർ അവിടെ നിന്നും പിന്മാറുകയും മടങ്ങി പോരാട്ടത്തിൽ നിന്നും പിൻവാങ്ങി പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തബൂക്കിലെത്തിയപ്പോൾ അവർ പിന്തിരിഞ്ഞോടിയെന്ന കാര്യം അറിഞ്ഞു. എന്നാലും അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഏതാനും ദിവസം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവിടെ കൂടുകയുണ്ടായി. ഇനി അവർ വരികയില്ല എന്ന് മനസ്സിലായപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തിരിച്ച് മദീനയിലോട്ട് പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ സുരക്ഷിതരായിക്കൊണ്ട് വിജയത്തോടുകൂടി സഹാബാക്കൾ മദീനയിൽ തിരിച്ചെത്തി. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമായിരുന്നു ഇത്. കാരണം സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിൽ അല്ലായിരുന്നു. അവരൊരു പോരാട്ടത്തിനുള്ള സാഹചര്യത്തിലോ ശാരീരിക അവസ്ഥയിലോ അല്ലായിരുന്നു. വലിയ ക്ഷീണവും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടായിരുന്നു. എന്നിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനയെ പ്രകാരം അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് അവർ ഇറങ്ങി പുറപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു പോരാട്ടവുമില്ലാതെ അല്ലാഹു തആല ഉന്നതമായ വിജയം അവർക്ക് നൽകുകയുണ്ടായി. റോമൻ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെയും മനസ്സിൽ സഹാബത്തിനെയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പറ്റിയുള്ള ഭീതി ഇട്ടുകൊടുക്കുകയും പോരാട്ടമില്ലാതെ സഹാബാക്കൾക്ക് ഉന്നതമായ വിജയം അള്ളാഹു നൽകുകയും ചെയ്തു. ഈ തബൂക്ക് പോരാട്ടത്തെ പറ്റിയും മുമ്പ് നാം പറഞ്ഞതായ തബൂക്ക് പോരാട്ടത്തിൻ്റെ ആഹ്വാനമുണ്ടായപ്പോൾ ഉണ്ടായ 6 നിലപാടുള്ള വിഭാഗങ്ങളെ പറ്റിയുമാണ് തുടർന്നുള്ള ധാരാളം ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇതിനെപ്പറ്റി ഓരോ ആയത്തുകളിലൂടെ കൂടുതലായി നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.